2025 നമ്മിലൂടെ കടന്നുപോയി. 2026 ആണ്ടിലേക്കാണ് നാം ഇപ്പോൾ കാലെടുത്ത് വച്ചിരിക്കുന്നത്. കഴിഞ്ഞുപോയ ഇന്നലകളിൽ പലതും നാം കണ്ടു അനുഭവിച്ചു. സുഖങ്ങളും ദുഃഖങ്ങളും വിജയങ്ങളും പരാജയങ്ങളും വളർച്ചയും തളർച്ചയും ദുരിതങ്ങളും ദുരന്തങ്ങളും അങ്ങനെ പലതും നമ്മിലൂടെ കടന്നുപോയി. ഈ ആണ്ടിൽ ഭാസുരമായ സന്തോഷകരമായ ദിനരാത്രങ്ങളെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതുവർഷ പുലരിയുടെ രാവിൽ നമ്മളൊക്കെ പ്രാർത്ഥനാ നിർഭരരായി നല്ലൊരു നാളേക്കു വേണ്ടിയുള്ള ആകാംക്ഷയോടുകൂടെയാണ് നിമിഷങ്ങൾ തള്ളി നീക്കിയത്. പുതുവർഷ പുലരിയിൽ സന്തോഷിക്കാറുണ്ട്, സന്തോഷവും ആഹ്ലാദവും ഉണ്ടാവാറുണ്ട്. അതിന് നാം ഒന്നും എതിരല്ല. ഭക്ഷണ വിതരണം നടത്തിയും മധുര വിതരണം നടത്തിയും അലങ്കരിച്ചും പൂത്തിരികൾ കത്തിച്ചുമൊക്കെ ആഘോഷിക്കാറുണ്ട്. ആ ആഘോഷങ്ങളൊക്കെ നടക്കട്ടെ. പക്ഷേ വർഷങ്ങളായി ഈ പുതുവർഷ പുലരിയുടെ തലേന്നാൾ നാം കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകളും അഴിഞ്ഞാട്ടങ്ങളും എത്രമേൽ സങ്കടകരമാണ് എന്ന് നാമൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. നിരത്തുകളിലും പൊതുസ്ഥലങ്ങളിലും ബീച്ചുകളിലും ക്ലബ്ബുകളിലും നിശാ ക്ലബ്ബുകളിലും പഞ്ചനക്ഷത്ര സപ്തനക്ഷത്ര ഹോട്ടലുകളിലും മദ്യം വിളമ്പി മദ്യത്തിലാറാടി ആൺപൺ ഭേദമന്യേ കൂത്താടി അഴിഞ്ഞാടിയിട്ടുള്ള ഒരു രാവാണ് പുതുവർഷ പുലരിയുടെ രാവായി ഏതാനും വർഷങ്ങളായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, എത്രമാത്രം ദുരന്തങ്ങളാണ് ഈ ഒരു പുതുവർഷ പുലരിയെ വരവേൽക്കുന്ന സമയത്ത് നമ്മളൊക്കെ നേരിട്ട് കാണുകയും അനുഭവിക്കുകയും ചെയ്തത്. പുതുവർഷ പുലരിയുടെ തലേന്നാൾ കിലോമീറ്ററുകളോളം നീണ്ടു നിൽക്കുന്ന ക്യൂ നമ്മൾ കണ്ടവരാണ്. നിരത്തുകളിലും പട്ടണങ്ങളിലുമൊക്കെ ആ ക്യൂ കണ്ടതാണ്. എന്തിനാണ് ആ പുരുഷാരം ഇത്രയും വലിയ നീണ്ട ക്യൂയോടുകൂടെ കാത്തുനിന്നത്? റേഷൻ കടകളുടെ മുന്നിലോ അല്ലെങ്കിൽ സപ്ലൈകോ പോലെയുള്ള ആദായ വിൽപ്പന ശാലകളുടെ മുന്നിലോ തങ്ങളുടെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടി ഒരു നേരത്തെ വിശപ്പടക്കാനുള്ള അരിയും ആഹാരവും മേടിക്കാൻ വേണ്ടിയല്ല, മറിച്ച് വിലപിടിപ്പുള്ള വിദേശ മദ്യങ്ങൾ വാങ്ങി അത് കുടിച്ച് ഉന്മാദ നൃത്തമാടി ആ പുതുവർഷ പുലരിയുടെ രാവിനെ ആഭാസകരമാക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിൻ്റെ ക്യൂ ആണ് നാം കണ്ടത്. ഈ ക്യൂ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. മദ്യമില്ലാതെ ആഘോഷമില്ലാത്ത മലയാളി ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല. മദ്യഷോപ്പിന് മുൻപിൽ കിലോമീറ്ററോളം ക്യൂ നിന്നാണ് പുതിയ വർഷത്തെ വരവേൽക്കാൻ മലയാളി മദ്യം സ്റ്റോക്ക് ചെയ്തത്. ചിലർ സഞ്ചിയും ബാഗുമായി എത്തിയപ്പോൾ ചിലർ കന്നാസുകളുമായാണ് മദ്യം വാങ്ങാനെത്തിയത്. കുടിക്കാതെ ന്യൂ ഇയർ ആഘോഷിക്കാൻ ഒക്കില്ലേ എന്ന ചോദ്യത്തിന് ക്യൂവിൽ നിന്ന് കേട്ട മറുപടി ഇങ്ങനെ: കുടിക്കാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല. എത്രത്തോളമാണ് നമ്മുടെ ഈ ആളുകൾ കാണിക്കുന്ന മദ്യാസക്തിയുടെ വലിപ്പവും ഗൗരവവും എന്ന് നാം ഇതിലൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. 2026 ഒരൊറ്റ ദിവസം കൊണ്ട് ഒരൊറ്റ രാവ് കൊണ്ട് കുടിച്ചു തീർത്തതിൻ്റെ കണക്ക് നമ്മയൊക്കെ ഞെട്ടിപ്പിക്കുന്നതാണ്. മുൻ വർഷങ്ങളെയൊക്കെ കവച്ചു വെച്ചുകൊണ്ട് മുൻകാല റെക്കോർഡുകളൊക്കെ തകർത്തുകൊണ്ടുള്ള വിൽപ്പനയാണ് ഈ പ്രാവശ്യം മദ്യവിൽപ്പനയിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് ഔദ്യോഗിക കണക്ക് തെളിയിക്കുന്നു. ലഭ്യമായ ഔദ്യോഗിക കണക്ക് പ്രകാരം ബെവ്കോ ഔട്ട്ലെറ്റുകൾ വഴി 125.64 കോടി രൂപയുടെ മദ്യമാണ് വിറ്റഴിച്ചിട്ടുള്ളത്. ഒരു ദിവസം കൊണ്ടാണ് ഇത്രയും വലിയ സംഖ്യ. നമ്മുടെ നാടിൻ്റെ വികസനത്തിനും നിർമ്മാണ പ്രവർത്തനത്തിനും പട്ടിണി അകറ്റാനും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കാനും ഒക്കെ ഉതകുന്ന അത്രയും വലിയ ഒരു സംഖ്യയാണ്
ഒരൊറ്റ രാവ് കൊണ്ട് നമ്മുടെ നാട്ടിലെ ദരിദ്രന്മാരായ ഒട്ടുമിക്ക ആളുകളും അങ്ങനെ തന്നെയാണെന്ന് നമുക്ക് പറയാം. അവർ കുടിച്ച് തീർത്തത് എന്ന് പറയണം. കഴിഞ്ഞ വർഷം ഇത് 108.71 കോടിയായിരുന്നു. അതായത് 16.93 കോടി രൂപയുടെ വർധനവാണ് ഈ പ്രാവശ്യം ഉണ്ടായിട്ടുള്ളത്. തൊട്ട് ഒരാഴ്ച മുമ്പ് ക്രിസ്തുമസിന്റെ ഭാഗമായിട്ട് മദ്യം കുടിച്ചതിന്റെ കണക്ക്, മദ്യ വിൽപ്പനയുടെ കണക്കും സർവകാല റെക്കോർഡ് ഭേദിച്ചതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ റിപ്പോർട്ടൊന്ന് നമുക്ക് വീക്ഷിക്കാം. 4-ാം തീയതി 114.45 കോടിയുടെ മദ്യമാണ് വിറ്റത് ക്രിസ്മസ് തലേ ദിവസം. അത് കഴിഞ്ഞ വർഷവുമായി നോക്കുമ്പോൾ 2024 ഈ ഫെബ്രുവരി ഡിസംബർ 24 നോക്കുമ്പോൾ 98.98% മദ്യം മാത്രമാണ് 2024 ഡിസംബർ 24 വിറ്റത്. പക്ഷേ ഈ ഇത്രയും വലിയ ഭീമമായ ഒരു സംഖ്യക്കാണ് പുതുവർഷ പുലരിയുടെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് ഡിസംബർ 24 ക്രിസ്തുമസിന്റെ തലേ ദിവസം ബുധനാഴ്ച, ഒരൊറ്റ ദിവസം കൊണ്ട് വിറ്റഴിക്കപ്പെട്ട മദ്യം, നമ്മുടെ ആളുകൾ കുടിച്ചു തീർത്ത മദ്യത്തിന്റെ കണക്കാണ് നാം ഇപ്പോൾ കണ്ടതും കേട്ടതും. പ്രിയമുള്ളവരെ, ഇവിടെ ഒരു വിരോധാഭാസം നാം കാണാറുണ്ട്. ഇപ്പൊ ഗവൺമെന്റ് തലങ്ങളിൽ ലഹരി വേട്ടയ്ക്ക് പ്രത്യേകമായ ഒരു സ്ക്വാഡ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മയക്കുമരുന്ന്, MDA പോലെയുള്ള മയക്കുമരുന്ന് പിടികൂടാനും പ്രതികളെ പിടിച്ചു ശിക്ഷിക്കാനും കൂട്ടിലാക്കാനുമുള്ള കർശനമായ നിയമമുണ്ട്. ഓരോ മാസവും കോടികളുടെ ലഹരി വേട്ട പിടിക്കപ്പെട്ടതായി നാം മീഡിയകളിലൂടെ കേൾക്കാറുമുണ്ട്. പക്ഷേ ലഹരി എന്ന് പറയുമ്പോൾ പൊടി രൂപത്തിലുള്ളതും ഖരരൂപത്തിലുള്ളതും സിറിഞ്ച് വഴി കുത്തിക്കയറ്റുന്നതുമാണോ, അത് മാത്രമാണോ ലഹരി? കള്ള് അത് ലഹരിയിൽപ്പെട്ടതല്ലേ? മനുഷ്യന്റെ ബ്രെയിനിനെയും ശരീരത്തെയും ശരീരത്തിന്റെ ഓരോ കോശങ്ങളെയും അവയവങ്ങളെയും ഒക്കെ നശിപ്പിക്കുകയും അവരുടെ സാമ്പത്തിക നിലയും കുടുംബാന്തരീക്ഷവും ഒക്കെ തകർത്ത് കളയുകയും ചെയ്യുന്ന ഒരു മയക്ക് ദ്രവ്യം തന്നെയല്ലേ കള്ള്? ദ്രവ്യമാവുമ്പോൾ അത് അനുവദനീയമെന്നും അല്ലാത്തതൊക്കെ നിരോധിക്കേണ്ടതും പിടിക്കപ്പെടേണ്ടതും ശിക്ഷിക്കപ്പെടേണ്ടതുമാണ് എന്നുള്ള ഒരു വിരോധാഭാസം ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. അപ്പോൾ എല്ലാറ്റിനെയും നാം മയക്കുമരുന്നായിട്ട് ഗണിക്കണം. കള്ള് വളരെ അപകടകാരിയാണ്. വിദേശ മദ്യങ്ങള്, നാടൻ മദ്യങ്ങള്, നമ്മുടെ നാട്ടിൻപുറങ്ങളിലുള്ള കള്ള് ഷോപ്പുകളിലൂടെ വിറ്റഴിക്കപ്പെടുന്ന ചാരായങ്ങളൊക്കെ, അതൊക്കെയും അപകടകാരികളാണ്. ഒരു ഡോക്ടർ പറയുന്ന വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. മദ്യപിച്ചു കഴിഞ്ഞാൽ കാണുന്ന ഒരു മയക്കം, കൈവിറയൽ, ഇതൊക്കെ സാധാരണയായിട്ട് ഇപ്പം ഒരു പൊതുജനത്തിന് വളരെ സാധാരണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന 2 ലക്ഷണങ്ങളാണ്. ഇത് രണ്ടും തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതിനെ പറ്റി ഡോക്ടർ ഒന്ന് പറഞ്ഞു. അത് കുറച്ചുകൂടെ ഒന്ന് വ്യക്തമാക്കാം. അത് ബ്ലാക്ക് ഔട്ട്സ് എന്ന് പറയും. അതായത് മദ്യപിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്നൊരു മയക്കത്തിലേക്ക് പോകുന്നു. അത് 2 രീതിയിലാണ്. ഒന്ന് ബ്ലാക്ക് ഔട്ട്സ് എന്ന് പറയും, മറ്റൊന്ന് റെട്രോഗ്രേഡ് അമ്നീഷ്യ എന്ന് പറയും. റെട്രോഗ്രേഡ് അമ്നീഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യപിക്കുന്ന സമയത്ത് അവരെന്തൊക്കെയാണ് പറഞ്ഞതെന്നോ അവരാരോട് സംസാരിച്ചൊന്നും അവർക്ക് ഓർമ്മയില്ല. പിന്നീട് മദ്യത്തിൻ്റെ എഫക്റ്റ് മാറുമ്പോഴേക്കും അവരോട് ചോദിച്ചാൽ അവർക്ക് ഓർമ്മയില്ല. അതാണ് അമ്നീഷ്യ. അവർക്ക് തലച്ചോറിലേക്ക് അതെന്ന് വെച്ചാൽ അത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ആ ഒരു വർക്കിംഗ് മെമ്മറി അല്ലെങ്കിൽ ആ സമയത്തുള്ള മെമ്മറി നമ്മുടെ റീസെൻറ്റ് മെമ്മറിയിലേക്ക് അത് ട്രാൻസ്ഫർ ആവുന്നില്ല. അതുകൊണ്ടാണ് അത് മദ്യപിക്കുന്ന ആൾക്കാർക്ക് കാണുന്നൊരു സംഭവം. കാരണം ന്യൂറോ ട്രാൻസ്മിഷൻ നടക്കുന്നില്ല. അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞു, അത് നമ്മൾ എന്ത് പ്രവർത്തിച്ചോ ഒന്നും പിന്നീട് നമുക്ക് റീകളക്ട് ചെയ്യാൻ പറ്റും. അതാണ് അമ്നീഷ്യ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ബ്ലാക്ക് ഔട്ട്സ്, അതായത് തലച്ചോറിൻ്റെ ന്യൂറോ ട്രാൻസ്മിഷൻ പ്രവർത്തനം കാരണം അലർട്ട്നെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ റെറ്റിക്കുലർ ആക്ടിവിറ്റി സിസ്റ്റം ഉണ്ട്. നമ്മുടെ അലർട്ട്നെസ് നമ്മുടെ ഉണർവ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് പെട്ടെന്ന് അതിങ്ങനെ മയക്കത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ബ്ലാക്ക് ഔട്ട്സ്, അതായത് പെട്ടെന്ന് മയങ്ങി അവിടെ വീഴുന്നത്. എത്രമാത്രം അപകടകാരികളാണ് നമ്മൾ ബാറുകൾ വഴിയും വെബ്കോ ഔട്ട്ലെറ്റുകൾ വഴിയും